ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഒണിലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ഈ പറയുന്ന മസ്താനിക്ക് തോന്നുകയാണ് ഒണിൽ തന്നെ ബാറ്റ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലൊരു സംശയം തോന്നുകയും അത് ഈ പറയുന്ന വേദലക്ഷ്മി എടുത്ത് പറയുകയും വേദലക്ഷ്മി അത് വലിയ രീതിയിൽ പ്രശ്നമാക്കി എന്തായാലും മാറ്റുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ ഞാൻ എന്തായാലും ഒന്നിലധികം തവണ ഞാൻ റിവൈൻഡ് അടിച്ച് ഞാൻ ചെക്ക് ചെയ്തത്. അതിനകത്ത് ഒണിലിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരുടെ ഒരു ടീം ജയിക്കുന്ന സമയത്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇദ്ദേഹം എടുത്ത് ചാടുകയും പെട്ടെന്ന് കാലതട്ടി വീഴാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന മസ്താനിയുടെ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മസ്താനി ഈ പറയുന്ന ഒണിലിനെ കാണുന്ന പോലും ഈ പറയുന്ന സോറി പറയുന്ന സമയത്താണ് ഒണിലിന്റെ ഫേസ് പോലും ഈ പറയുന്ന മസ്താനി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കിൽ നിന്നാൾ എത്തരത്തിലാണ് തന്നെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ അതിന് മുന്നുള്ള സംഭവങ്ങളൊന്നും ഈ പറയുന്ന മസ്താനി കാണാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒണിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാണോ എന്നുള്ള രീതിയിൽ മസ്താനിക്ക് ഒരു സംശയം തോന്നുന്നു. അതിനകത്തൊരു തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മസ്താനി ഇതൊരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിതൊരു പ്രശ്നമാക്കാൻ താല്പര്യമില്ല, ഇത് എന്തായാലും ഈ ടോപ്പിക് ഇവിടെ തന്നെ വിട്ടേക്ക്, ഇനി ഇത് അധികം കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ആളിക്കെത്തുന്ന സമയത്ത് എന്തായാലും വീണ്ടും മസ്താനി എന്തായാലും പറയുന്നുണ്ട്. പക്ഷെ മസ്താനിക്ക് ഇത് ഇത്രേ ഉള്ളൂ, അതായത് ഒരു പ്രശ്നമാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ മസ്താനിക്ക് താല്പര്യമില്ലെങ്കിൽ നേരെ കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ആവശ്യപ്പെടുന്നു. അതായത് ആ ഒരു പോർഷൻ ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പറഞ്ഞ് ബിഗ് ബോസ് പ്ലേ ചെയ്ത് കൊടുക്കുകയും ഈ പറയുന്ന മസ്താനിക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നിട്ടും അത് വേണ്ട, എന്തായാലും വേദലക്ഷ്മി എടുത്ത് തന്നെ താൻ പോയി പറയാം എന്നുള്ളൊരു തീരുമാനമാണ് ഈ പറയുന്ന മസ്താന്റെ ഒരു കണ്ടന്റ്. അതായത് മസ്താനിക്ക് അറിയാലോ, അതായത് ഈ പറയുന്ന വേദലക്ഷ്മി വന്നപ്പോൾ തുടങ്ങിയ കണ്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കി മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഈ പറയുന്ന വേദലക്ഷ്മി. സോ ഇത് വേദലക്ഷ്മി എടുത്ത് തന്നെ പോയി പറയണം എന്നുള്ളൊരു തീരുമാനം ഈ പറയുന്ന മസ്താനിക്ക് അറിയാം. അതായത് വേദലക്ഷ്മി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലേക്ക് എന്തായാലും പ്രശ്നങ്ങളിലേക്ക് എന്തായാലും കൊണ്ടുപോകുന്ന രീതിയിൽ നല്ലൊരു ഉറപ്പ് ഈ പറയുന്ന മസ്താനിക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ പറയുന്ന വേദലക്ഷ്മി ഇത് കണ്ടിട്ടില്ല. അതായത് ഈ ഇൻസിഡന്റ് മസ്താനി കേട്ടുള്ള ഒരു അറിവ് മാത്രമേ ഈ പറയുന്നത് വേദലക്ഷ്മിക്കേ ഉള്ളൂ. എന്നിട്ടും ആ ഒരു അറിവ് വെച്ചിട്ട് തന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സമയം ഈ ഒണിലിന്റെ അടുത്ത് വേദലക്ഷ്മി പറയുന്നുണ്ട് നല്ല കുടുംബത്തിൽ പിറക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഒണിലിന് നേരെ ഈ വേദലക്ഷ്മി പറയുന്നുണ്ട്. സോ ഒരു കാണാത്തൊരു കാര്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രീതിയിൽ ഒരു റഫായിട്ട് സംസാരിക്കുന്ന ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ രീതിയിലുള്ള ഒരു കാര്യം കൂടി ആകുമ്പോഴത്തേക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗെയിമിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ ഒരു എഫക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രശ്നം തന്നെയാണ്. സോ അപ്പൊ ഇതുപോലത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നല്ല രീതിയിലൊരു ധാരണ ഇല്ലാതെ ഇത്തരത്തിൽ നല്ല കുടുംബത്തിൽ പിറക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു വേർഡൊക്കെ യൂസ് ചെയ്യുന്ന ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഉറപ്പായിട്ടും അത് വേദലക്ഷ്മിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്. ഈ ഒരു പോർഷൻ ഹൈലൈറ്റ്സിൽ വരെ എടുത്ത് കാണിച്ചത് നമുക്കറിയാം. ഉറപ്പായിട്ട് വരുന്ന ശനി ഞായർ ദിവസങ്ങളിലേക്ക് ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ വക ഒരു ലക്ഷ്മി ഫ്രൈ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ അനുമോൾ ഫ്രൈ ലാലേട്ടന്റെ വക ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തേക്ക് ലക്ഷ്മി ഫ്രൈ ആണ് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്.